കണ്ടോ ഞങ്ങള് രണ്ടുപേരും ചിരിച്ചോണ്ടിരിക്കുന്നു. നീ എന്താ ഇത്ര സീരിയസ്? ഞാൻ ഹീറോ ആയതുകൊണ്ട്. മിമിക്രി പഠിക്കാൻ വേറെ പോലീസുകാരന് വന്നാണ്. പോലീസുകാർക്ക് വേറെ പണിയൊന്നുമില്ല. കലാദർശനയിൽ ഷൈൻ ചെയ്താൽ സിനിമയിൽ കയറി പറ്റാൻ എളുപ്പമാണെന്നാ ഇവരുടെ വരട്ടെ വരട്ടെ. ആ MCSI പോലെ മസിൽ പിടിച്ച് വരികയാണെങ്കിൽ ഇവനും കൊടുക്കണം ഒരു പണി. ഇവനെ മിമിക്രി പഠിപ്പിക്കാം. കണ്ട ഇവനും പോലെ തന്നെ. വെൽക്കം സർ. യെസ്, നമസ്കാരം. കലാദർശനയിലെ മിമിക്രി കലാകാരന്മാരാ. ആട്ടെ, ഫാദർ ഉണ്ടോ? ഫാദർ ഉണ്ടോയിരുന്നു, പക്ഷെ ഇപ്പൊ ഉണ്ടാറില്ല. ഈ ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട്. ഈ ഹ്യൂമറും മിമിക്രിയൊക്കെ എനിക്ക് പണ്ടേ താല്പര്യം. അത് കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. സാറിന്റെ വരവിന്റെ ഉദ്ദേശം കൊച്ചാൻറ്റി ഞങ്ങളോട് പറഞ്ഞു. സാറിന് മിമിക്രി പഠിക്കാനാണ് താല്പര്യമെങ്കിൽ ആദ്യം ഞങ്ങളുടെ സിറ്റി മോളെ കണ്ട് പേര് രജിസ്റ്റർ ചെയ്യണം. ആ ജയന്റെ മസിൽ പിടുത്തൊന്നും വേണ്ട. ഏറുക പുല്ലേ. സുരേഷ് ഗോപി, സുരേഷ് ഗോപി. അതെ, ഈ ഷൗട്ടിംഗ് ഒക്കെ കൊള്ളാം, പക്ഷേ പുല്ല് എന്നുള്ള വിളിക്ക് പുള്ളിങ് പോലെ. അതെ, ഈ ബോഡി ഒന്ന് സ്വിം ചെയ്യണം. ഇങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്യണം. ആദ്യം ഈ തൊപ്പി യൂണിഫോം ഒക്കെ ഒന്ന് അഴിച്ചു വെക്ക്, അല്ലെങ്കിൽ ചുളി ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലടാ, ഒറിജിനലാ. എന്താടാ പോലീസിനോടാണോ നിന്റെയൊക്കെ കളി? സ്റ്റേജിൽ കയറി ഇന്ന് മന്ത്രിമാരുടെ നേതാക്കന്മാരുടെ ഒക്കെ തള്ളക്കും തന്തക്കും വിളിക്കുന്ന പോലെ എന്നോട് കളിച്ചാലുണ്ടല്ലോ, ചവിട്ടി നിന്റെയൊക്കെ നട്ടലൊടിക്കും. ശരിക്കുള്ള നിന്നോട് ആരാ പറഞ്ഞത് ഇയാള് മിമിക്രി പഠിക്കാൻ വന്ന ഒരു ഊഹം മേലാൽ ഊഹിക്കരുത്.